മുമ്പിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവേട്ട എങ്ങനെയും രക്ഷിക്കണം ശിവേട്ട. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ രോഹിനെ അവനെ കൊണ്ട് നടന്നു ഇങ്ങനെ നശിപ്പിച്ചത്. അവനെ എല്ലാത്തിനും കാരണക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. എടി നിന്റെ ശ്രദ്ധ കുറവുകൊണ്ടല്ലേ ഞാൻ എന്തെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലണേ. കാണാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. ഒരാളെയും പോലും കാണിക്കില്ല എന്നല്ലേ പറയുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയും. എന്നിട്ട് മനു എന്ന് പറയും അച്ഛൻ അമ്മരെ നുണ കേട്ടും കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കരുതിട്ടാ. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോയിട്ട് ആ ഭാഗത്തേക്ക് കടക്കാൻ പോലും പറ്റില്ല എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ കേട്ടോ, പോലീസ് സ്റ്റേഷനിലേക്ക് പോണേക്കാൾ മുന്നേ അച്ഛൻ ഈ പത്രം ഒന്ന് വായിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ട് ശിവൻ്റെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ പത്രത്തിൽ വായിക്കണമെന്നും നോക്കണ്ട, പത്രത്തിൽ പലതും എഴുതുമെന്ന് പറയും. നീ മിണ്ടരുതടി എന്ന് ശിവൻ ഇങ്ങനെ ചുണ്ടത്ത് വിരൽ വെച്ച് കഴിഞ്ഞിട്ട് കാമലനോട് പറയുന്നുണ്ട്. പത്രം വായിച്ച് ശിവൻ ഇങ്ങനെ ആകെ തകർന്നും പോകുന്നുണ്ട്. പിന്നീട് അലീന വരുന്നുണ്ട്. അപ്പോൾ അലീന വരുമ്പോൾ ഗോവർദ്ധനോട് ഇറങ്ങാൻ പറയും. 2 പേര് റൂമിൽ പാടില്ല എന്ന് പറയും. അങ്ങനെ ഗോവർദ്ധനൻ പറയും എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ, വക്കീലിനൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോവർദ്ധനൻ പോകും. എന്നിട്ട് അലീനനോട് ചോദിക്കും, നീ എൻ്റെ ഫോൺ കൊണ്ടുവന്നോന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അതെന്താ കൊണ്ടുവരാഞ്ഞേ? എന്തിനാ അച്ഛാ ഫോൺ കൊണ്ടുവന്നിട്ട്? ഒരു പേപ്പർ അവനോട് ഗോവർദ്ധനോട് എനിക്ക് തരണ്ടാന്ന് നീ പറഞ്ഞോന്ന് പറയും. ആ പറഞ്ഞു എന്ന് പറയും. പുറത്ത് നടക്കണ ഒരു കാര്യങ്ങളും എന്നോട് പറയരുതെന്ന് പറഞ്ഞോന്ന് പറയും. അങ്ങനല്ല, അച്ഛൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അച്ഛൻ അറിയരുതെന്ന് മാത്രം പറഞ്ഞുള്ളൂ. എന്തിനാണ് അച്ഛാ എന്ന് പറയും. അതൊക്കെ അറിഞ്ഞിട്ട് എന്ന് പറയും. നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോഴാണ് വിട്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പറയും അച്ഛൻ രോഹിത്തിനെ കണ്ടിരുന്നോന്ന് ചോദിക്കും. കണ്ടു എന്ന് പറയും. അവിടെ അവരെന്തായാലും സംസാരം ഉണ്ടോയെന്ന് ചോദിക്കും. പറയും പോക്സോ കേസ് ആക്കാനൊരു കൂട്ടർ നോക്കുന്നുണ്ട്. ഒരിക്കൽ പുറത്തിറങ്ങാൻ പറ്റില്ല അച്ഛാ, റിമാൻഡ് ചെയ്യും. അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ്റെ കൂടെ ഞാനുണ്ട്. നമ്മൾ എത്ര തവണ വാണിംഗ് കൊടുത്താണ് അച്ഛാ, എന്നിട്ട് നേരെയായോ നന്നായോ? ഇല്ല. ഇന്നിപ്പോൾ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി. അന്ന് എനിക്കൊരു കത്രിക കിട്ടിയത് കൊണ്ടല്ലേ അച്ഛൻ ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അങ്ങനെ ഒരു കത്രിക അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ബുദ്ധി അവൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നത്. എനിക്ക് അവളൊന്ന് കാണണം അച്ഛാന്ന് പറയും. എന്തിനെന്ന് ചോദിക്കും. അച്ഛൻ അവളെ ശത്രുപക്ഷത്ത് കാണരുത്, അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചില്ലേ അതുപോലെ അവളെ ആശ്വസിപ്പിക്കണം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പെൺകുട്ടി എത്ര ആളിൽ നിന്നറിയാൻ ചതിക്കപ്പെട്ടത്. ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുക അച്ഛാന്ന് പറയും. എൻ്റെ ബാലചന്ദ്രൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് അലീന. അതിനുശേഷം പിന്നെ വീണ്ടും കൊല്ലപ്പള്ളീനെ കാണിക്കുന്നത് ഫോൺ വന്ന് രാജീവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ശിവൻ. അപ്പോൾ രാജീവൻ എന്തായി ഏട്ടാന്ന് പറയും. എടാ നിൻ്റെ ടിക്കറ്റ് ഓക്കെ ആയി എന്ന് പറയും. ടിക്കറ്റ് ഫ്ലൈറ്റ് ശരിയായിട്ടില്ല, ഫ്ലൈറ്റ് ശരിയായി ഞാൻ അപ്പോൾ കയറാമെന്ന് പറയും. എന്തായി അവിടുത്തെ അവസ്ഥ? പോലീസ് സ്റ്റേഷനിലേക്കൊന്നും അടുക്കാൻ പറ്റില്ലടാ, ഭയങ്കര പ്രശ്നമാണ്. നീ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് പറയും. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടില്ലേ? എവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിലൊന്നും വിടില്ല. മനു എന്ത് പറയുന്നു? അവൻ ഇവിടെ ഉണ്ട്. അവനെന്ത് പറയാൻ? അലീനനെ തമ്മിൽ ഭേദം അലീന തന്നെയാണ്. അലീനനെ പോലീസ് പിടിച്ചിട്ട് പോയിട്ട് അവൾ ആരെ കൈയും കാലും പിടിച്ച് സ്വാധീനിച്ച് അവൾ ഇറങ്ങിയെന്ന് പറയും. ആ വഴിക്കൊന്ന് ശ്രമിച്ചാലോ? അതിന് മനു സമ്മതിക്കണ്ടേന്ന് പറയും. നീ ആ ഫോൺ ചേട്ടൻ ആ ഫോൺ മനുവിന് കൊടുക്കാൻ പറയും. അങ്ങനെ മനുവിന് കൊടുക്കും. ചെറിയച്ഛനെന്ന് പറയും. ഹലോ എന്ന് പറയും മനു. അപ്പോൾ എടാ അലീന എങ്ങനെയാടാ ഇറങ്ങിയെന്ന് പറയും. അലീന സത്യസന്ധത ആയതുകൊണ്ട് അലീനനെ എറണാകുളത്തുള്ളവരാണ് ഇറക്കിയെന്ന് പറയും. അലീന എങ്ങനെയാണ് ഇറങ്ങിയെന്ന് അലീന തന്നെ അറിഞ്ഞത് രേവതിക്കുട്ടി പറഞ്ഞിട്ടാണ്. ആര് രേവതിക്കുട്ടി? അതൊക്കെ ഇനി നിങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, സ്റ്റേഷനിലേക്ക് അടുക്കാൻ പറ്റില്ല, സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ ഹരിശങ്കറിനോ രോഹിത്തിനോ എന്തെങ്കിലും ഒരു അവസരം അങ്ങനെ ആരെങ്കിലും കൈയും കാലും പിടിച്ചിറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രോഹിത്തിനെ അലീന ഇറക്കാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് ശരിയാണ്, പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു റെക്കമെൻഡ് അലീന വിചാരിച്ചാൽ നടക്കില്ല ചെറിയച്ച. എന്നോട് അതിൽ പറയാൻ വേണ്ട, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ദേഷ്യത്തോടെ ഫോൺ അച്ഛൻ്റെ കൈ കൊടുക്കണ്. അപ്പോൾ അച്ഛൻ പറയും നീ വായോ, വരുമ്പോൾ ഞാൻ എന്നെ അറിയിക്ക്, ഞാൻ എയർപോർട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കും. പിന്നെ വീണ്ടും ബാലചന്ദ്രനെ കാണിക്കുന്നത് ഇങ്ങനെ എന്തോ ആകെ മുഷിഞ്ഞ് ഇങ്ങനെ കിടക്കണം. അവിടെ ഇരുന്നിട്ട് കിടന്നിട്ട് മടുത്ത്. താൻ എവിടെ പോയതാണോ, താൻ എപ്പോൾ പോയാണെന്ന് പറയും. താൻ പേപ്പർ കൊണ്ടുവന്നോന്ന് ചോദിക്കും. ഇല്ല, പേപ്പറിലാണ്ട് ഞാൻ എങ്ങനെ വിവരങ്ങൾ അറിയുമെന്ന് പറയും. ബാലേട്ടൻ ഇപ്പോൾ എന്താ അറിയണ്ടേന്ന് ചോദിക്കും. താൻ എവിടെ പോയിരിക്കായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ കോടതിയിൽ പോയി. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട വക്കീലിനാണോ കണ്ടേന്ന് ചോദിക്കും. അതേ, കണ്ടത് അയാൾ തന്നെയെന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞെന്ന് പറയും. കേസ് അയാൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ജാമ്യം കിട്ടില്ല ബാലേട്ടാ, അത്രയ്ക്കും വലിയ കേസാണ്, നടക്കില്ല എന്ന് പറയും. കൊല്ലപ്പള്ളിയിലെ മഹാമാരും വന്നില്ലേ, ശിവനോ മനോ ഒന്നും ആരെയും കണ്ടില്ല എന്ന് പറയും. ആ ശരി, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം, ഡോക്ടറോട് എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് തരാൻ പറയണമെന്ന് പറയും. അത് വേണോ? അത് നടക്കില്ല, വീട്ടിൽ പോയാലൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. നാട്ടിലുള്ളവർ ഇവിടെ പിന്നെ ഇവിടെ കിടന്നിട്ട് ശരിയാവില്ല, ഓരോരുത്തർ അന്വേഷിച്ച് വരണം. വന്ന് നോക്കി പിറുർത്തൊക്കെ പോകുന്നുണ്ട്. നേഴ്സുമാർക്ക് വരെയും ഇന്നലെ ഉണ്ടായ ബഹുമാനമൊന്നും ഇന്ന് കണ്ണിൽ കാണുന്നില്ല. അതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
വീട്ടിൽ പോയാൽ സ്വസ്ഥത കിട്ടും ബാലേട്ടന്. ആ നിറച്ച ആൾക്കാരായിരിക്കുള്ളൂ, പുറത്തുനിന്ന് ബന്ധുക്കളും അവരും ഇവരും. ഈ ചെക്കൻ എന്ത് പറ്റി, ഈ ചെക്കനെ കണ്ടാൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇതെന്ത് പറ്റി, ഇതെന്ത് ചെയ്തേ, എന്തിങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്ത് വളർത്തു ദോഷം, അങ്ങനെ 100,000 കുറ്റങ്ങൾ പറയും. ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ പുറത്തുനിന്ന് ആരും കയറി വരില്ല എന്നറിയും. ഒക്കെ എനിക്കറിയാടോ, എല്ലാവരും വരുന്നറിയാം. പക്ഷെ ഇവിടെ കിടന്നാൽ ശരിയാവില്ല. ഇവിടെ കിടന്നിട്ട് ഞാൻ അനാഥയായ പോലെ എനിക്ക് തോന്നുന്നത്. വീട്ടിലെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇത്തിരി കൂടെ വിശ്രമം ഉണ്ടാവും എന്ന് പറയും. ഞാൻ എന്തായാലും വക്കീലിനൊന്നും കൂടെ കണ്ടിട്ട് വരാമെന്ന് പറയും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ കാണാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല ബാലേട്ടാന്ന് പറയും. ശരി, താൻ പൊക്കോ, പക്ഷേ പോണ വഴിക്ക് ഡോക്ടറോട് എൻ്റെ റൂമിലേക്ക് വരാൻ പറയണം. എനിക്കിനി ഇവിടെ കിടന്നിട്ടെങ്കിലും കാര്യമൊന്നുമില്ല. ഇവിടെ കിടന്നിട്ട് എന്താ കാര്യം? വല്ലപ്പോഴും ഒരു ഗുളിക തരും, അത്ര തന്നെ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കണില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ മുഖം തിരിക്കിന്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പീഡനം നടന്ന വീട്ടിലേക്ക് പോലീസ് വണ്ടിയും ജീപ്പും പ്രതികളെയൊക്കെ കൊണ്ടുവരുന്നു തെളിവെടുപ്പിനായിട്ട്. അപ്പോൾ പിന്നാലെ ജനങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. വണ്ടിമേലേക്കൊക്കെ ഗ്ലാസ് മേലേക്കൊക്കെ അവർ ഇടിക്കിന്, തുറക്കടാ ഇടിക്കടാ പിടിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കണക്കിന് പോലീസ് വണ്ടിയും ആ ജീപ്പും ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ തന്നെ പോലീസുകാർ ഗേറ്റ് അടയ്ക്കും. എന്നിട്ട് അതിലൊരാളോട് പറയും പോയി വാതിൽ തുറക്കാൻ പറയും. പുറത്തേക്ക് നമ്മുടെ രോഹിത്ത് പേടിയോടെ നോക്കുമ്പോൾ കാണാൻ അങ്ങനെ തല്ലടാ വിടടാ ഇങ്ങോട്ട് അഴിച്ചു വിടടാ, അവനെ ശരിയാക്കി തരാടാ എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത്ത് വലിയ ഹരിശങ്കർ ഒരു കുലുക്കല്ലാണ്ട് നേരെ വരുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വാതിക്കൽ നിന്നിട്ട് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആരൊക്കെ ഉണ്ട് ഈ വീട്ടിൽ ആദ്യം വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇവന്മാരാണ് ആദ്യം വന്നതെന്ന് പറയും. രോഹിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈക്കുമെന്ന് പറയും. അപ്പോൾ കാറിൽ വന്നത് ആരണ്ടാ? ഞാൻ ശരണ്യം. അപ്പോൾ നിൻ്റെ കൂടെ കാറിൽ അവൾ പലപ്പോഴും കയറാറുണ്ടോ? ഉവ്വ സാർ. നീ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അവൾക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണ് സാർ. നീ ഇതിനു മുന്നേ അവളായിട്ട് വല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടടാ എന്ന് ചോദിക്കും. ഇല്ല സാർ എന്ന് പറയും. അപ്പോൾ രോഹിത്തിന് അത്ഭുതമാവും. ഉണ്ടെന്നല്ല രോഹിത്തിനോട് പറഞ്ഞിരുന്നത്. രോഹിത് ഇങ്ങനെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കും. പിന്നെ ഇത് നോക്കി മര്യാദയ്ക്ക് സത്യം പറയടാ, പിന്നെ എന്തുണ്ടായിട്ടുള്ളതെന്ന് പറയും. നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ സമ്മതിക്കാത്തതോ നീ സമ്മതിക്കാത്തതോ എന്ന് പറയും. അവൾ സമ്മതിക്കാത്ത കാരണമാണ് സാറേ എന്ന് പറയും. നിൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നത് എന്തുകൊണ്ടാണ് അവൾ എന്ന് പറയും. അവൾക്ക് എൻ്റെ കൂടെ കാറിൽ വരാൻ ഇഷ്ടമാണ് സാർ. അവൾ എന്നായിട്ട് സ്നേഹത്തിലാണെന്ന് പറയും. സ്നേഹത്തിലാണല്ലേ എന്ന് പറയും. അപ്പോൾ നീ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോടാന്ന് ചോദിക്കും. പറഞ്ഞിട്ടുണ്ട് സാറേ എന്ന് പറയും. അപ്പം മുഖം നോക്കി ഒരു അടി അടിച്ചിട്ട് മുത്തന്നെ ഒരു തെറി വിളിച്ച് പറയുന്നു ആ പോലീസുകാരൻ. എന്നിട്ടാണ് അവിടെ കള്ള റാസ്കലെ നീ ആ പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന് ചതിച്ച് നിൻ്റെ ആവശ്യം കഴിഞ്ഞ് നീ കൂട്ടുകാരന്മാരെ മുന്നിലിട്ട് കൊടുത്തത്. ഞാൻ അവളോടും ഇതൊക്കെ ഇതേപോലൊക്കെ ചോദ്യം ചോദിക്കും. അന്ന് നീ പറഞ്ഞ മറുപടി എല്ലാം അവൾ പറയണമെന്നുണ്ടെങ്കിൽ നിൻ്റെ പേരിൽ വേറെ കുറ്റങ്ങളൊക്കെ വരുവാടാന്ന് പറഞ്ഞ് മുട്ടി പിടിച്ചും കഴിഞ്ഞിട്ട് വലിച്ച് കാരണത്തൊക്കെ നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് പോലീസുകാരെല്ലാവരും കൂടെ. പിന്നെ അവരകത്തേക്ക് കൊണ്ടുപോകും. അകത്ത് കൊണ്ടു ചെന്നിട്ടാവും ബാക്കി വിസ്താരം. അങ്ങനെ വീണ്ടും ഹരിശങ്കറിനെ ഉപദ്രവിക്കുന്ന പോലീസുകാർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഒരു പാവ പിടിച്ച പെൺകുട്ടീനെ സ്നേഹിച്ച് കപട സ്നേഹം കാണിച്ച് ചതിച്ച് വഞ്ചിച്ച് കൂട്ടുകാരന്മാർക്ക് കാഴ്ചവെച്ച കഴിവേറുടെ മോനെ, നിന്നെ ഞാൻ വെറുതെ വിടുന്നു നീ വിചാരിക്കേണ്ടടാ. നിനക്ക് നിൻ്റെ ജീവിതം തന്നെ പോയടാ, നിനക്ക് ഇനി രക്ഷയില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഈ SI ഇങ്ങനെ നമ്മുടെ ഒരു ഹരിശങ്കറിൻ്റെ മേത്തേക്ക് പാഞ്ഞ് ചെല്ലണം. ഗേറ്റിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ബഹളമായാണ്. അവരെ പുറത്തേക്ക് ഇറക്കി വിട്, അവർ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കുക, അവർക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അതൊക്കെ കണ്ടിട്ട് രോഹിത്തൊക്കെ ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാജീവൻ എത്തുന്നുണ്ട്. രാജീവൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ മനുവിനെ വിളിക്കുന്നുണ്ട്. മനു പറയും ഞാനില്ല, എനിക്ക് വരാൻ പറ്റില്ല. 100,000 ആൾക്കാർ കോടതിയിലുണ്ടാവും. 100 അല്ല 10,000 ആൾക്കാർ കോടതിയിലുണ്ടാവും. അവരുടെ ഇടയിൽപ്പെട്ട് നമ്മൾ ആരെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ ഉറുമ്പിനെ അരയ്ക്കുന്ന പോലെ അവരരയ്ക്കും. ഞങ്ങളില്ല എന്ന് പറയും. വാ ചേട്ടാ നമുക്ക് പോവാം, ഇവൻ്റെ വാക്ക് കേട്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ 2 പിള്ളേരല്ലേ പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന കേസിൽ, നമുക്ക് പോയി നോക്കാമെന്ന് പറയും. ചെല്ല് എന്ന് പറയും. അങ്ങനെ നമ്മുടെ രാജീവൻ ഇപ്പം മലമറിക്കുന്നുള്ള രീതിയിൽ ശിവനെ വിളിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകണ്. കോടതിയിൽ ചെന്ന് ഹാജരായ എന്തെങ്കിലും വക്കീലന്മാരെ ഏർപ്പാടാക്കി ഈസി ആയിട്ട് ഇവരെ ഊരിക്കൊണ്ടുവരാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു അവിടേക്ക് പോക്ക്. അതിനുശേഷം പിന്നെ തെളിവെടുപ്പിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോടതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഭാഗം കാണിക്കുന്നത്. ജനങ്ങൾ പിന്നാലെ ഓടുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്.